രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരു അഴിച്ചുപണിക്കൊരുങ്ങി CPM. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെയാണ് ഇത്തവണ മാറ്റുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ തന്നെ മന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ ശിവൻകുട്ടി നേരിടുന്നുണ്ട്. ഇനിയും മന്ത്രിസ്ഥാനത്ത് തുടരാനാവില്ല എന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ മന്ത്രിയെ നിയമിക്കാൻ CPM ആലോചിക്കുന്നത്. അരുവിക്കര MLA ജി സ്റ്റീഫനെയാണ് ശിവൻകുട്ടിക്ക് പകരക്കാരനായി പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് സ്റ്റീഫൻ. പഴയകാലത്ത് SFIയുടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി, കിളി പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റീഫന് പാർട്ടിക്കുള്ളിൽ ക്ലീൻ ഇമേജ് ആണുള്ളത്. CPM ഏരിയ സെക്രട്ടറി ആയിരിക്കെയാണ് സ്റ്റീഫൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ കുത്തകയെന്ന് കരുതിയിരുന്ന അരുവിക്കര മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് സ്റ്റീഫൻ നിയമസഭയിലെത്തുന്നത്. മുൻ മന്ത്രി ജി കാർത്തികേയന്റെ മകൻ KS ശബരിനാഥനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മണ്ഡല രൂപീകരണ കാലം മുതൽ ജി കാർത്തികേയനായിരുന്നു അരുവിക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മകൻ ശബരിനാഥനായിരുന്നു വിജയിച്ചത്. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ജി സ്റ്റീഫനിലൂടെ മണ്ഡലം CPM തിരിച്ചുപിടിച്ചു. മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും നിറസാന്നിധ്യമാണ് സ്റ്റീഫൻ. ഇതൊക്കെയാണ് സ്റ്റീഫനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള കാരണങ്ങൾ. ഘടകകക്ഷിയായ NCPക്ക് നൽകിയിട്ടുള്ള വനം വകുപ്പ് CPM ഏറ്റെടുക്കാനും ആലോചിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ശശീന്ദ്രന് വീഴ്ച പറ്റിയെന്നാണ് CPMന്റെ വിലയിരുത്തൽ. നിരവധി ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, ജീവനക്കാരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രിയാസക്തമായ ഇടപെടൽ നടത്താൻ മന്ത്രി എന്ന നിലയിൽ ശശീന്ദ്രന് സാധിച്ചിട്ടില്ല എന്ന് CPM വിലയിരുത്തുന്നുണ്ട്. NCPക്കുള്ളിൽ പടലപ്പിണക്കങ്ങളിലൂടെ ശശീന്ദ്രനെ മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നായിരുന്നു NCPയുടെ ആവശ്യം. അക്കാര്യം മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തില്ല. NCPയിൽ ചില സമവാക്യം രൂപപ്പെടുകയും ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയുമായിരുന്നു. എന്നാൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി സംഘർഷങ്ങളിൽ വകുപ്പ് ഉചിതമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് വിവിധ മേഖലകളിൽ നിന്നും പരാതി ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വൻ ജനരോക്ഷം ഉയരുന്നു. വന്യജീവി വകുപ്പിന് ചെയ്യാനാവുന്നതെല്ലാം ചെയ്തുവെന്നും ഇനിയൊന്നും ചെയ്യാനില്ലെന്നുമുള്ള തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന CPMലെ ചില മുതിർന്ന നേതാക്കളെ അറിയിച്ചിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ വനം വകുപ്പ് പരാജയമാണ് എന്ന് പലതവണ ആരോപിച്ചു. ഇതൊക്കെ കണക്കിലെടുത്താണ് പുതിയ അഴിച്ചുപണി സമയത്തു തന്നെ ശശീന്ദ്രനിൽ നിന്നും CPM വകുപ്പ് ഏറ്റെടുക്കാൻ ആലോചിക്കുന്നത്. ശശീന്ദ്രന് രജിസ്ട്രേഷൻ വകുപ്പ് നൽകാനാണ് ആലോചന. പകരം വനം വകുപ്പ് നിലവിലെ ഏതെങ്കിലും മന്ത്രിമാർക്ക് അധികമായി നൽകാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആലോചന. OR കേളുവിന് വനം വകുപ്പ് നൽകാനും ആലോചനയുണ്ട്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനമെടുക്കും.